ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എങ്ങനെയാണ് വളരെ വേഗത്തിൽ ഒരു CV തയ്യാറാക്കിയെടുക്കാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മളിന്ന് ക്യാൻവയിലാണ് CV തയ്യാറാക്കാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ഒരു കാര്യമാണ് വളരെ വേഗത്തിൽ എങ്ങനെ ഒരു CV തയ്യാറാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ക്യാൻവ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ഇതിപ്പോൾ ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം സെർച്ച് ചെയ്യുക. പ്രൊഫഷണൽ CV എന്നോ അല്ലെങ്കിൽ റെസ്യൂമെ എന്നോ എന്തെങ്കിലും സെർച്ച് ചെയ്യുക. അപ്പോൾ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഇങ്ങനെ താഴെ ഇങ്ങനെ കൊടുത്തിരിക്കും. അതിൽ നോക്കി നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടെംപ്ലേറ്റ് തിരഞ്ഞെടുക്കുക. അത് സെലക്ട് ചെയ്തതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു ടെംപ്ലേറ്റ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നെയിം ചേഞ്ച് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നമ്മുടെ പ്രൊഫഷൻ എന്താണോ അത് വയ്ക്കുക. ബാക്കി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടേതായ രീതിയിൽ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, സ്കിൽസ് ആയിക്കോട്ടെ, ലാംഗ്വേജ് ആയിക്കോട്ടെ, എല്ലാം നമ്മുടേതായ രീതിയിൽ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ പേരും പ്രൊഫഷനും നൽകിയതിന് ശേഷം താഴെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. പിന്നെ ഇതിനകത്ത് ഫോണ്ട് ഉണ്ട്. നമുക്കിഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം. എഡിറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമ്മുടെ എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, സ്കിൽസ്, ലാംഗ്വേജ് അങ്ങനെ എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാം. പിന്നെ ഫോണ്ട് സൈസ് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മുടേതായ ഇഷ്ടത്തിന് നമുക്ക് ഫോണ്ടിൻ്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഈ മോഡൽ തന്നെ വേണ്ട എന്നുള്ളവർക്ക് കളർ ചേഞ്ച് ചെയ്യാം. ഇതിനകത്ത് ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇഷ്ടമുള്ള കളേഴ്സ്, അതായത് ഒരു CVക്ക് സാധാരണയായിട്ട് ലൈറ്റ് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിലിപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന ഫോട്ടോ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ഇമേജ് കൊടുത്തതിന് ശേഷം റീപ്ലേസ് ചെയ്യാം. CVയിൽ വയ്ക്കാൻ പറ്റിയ നമ്മുടെ നല്ലൊരു ഫോട്ടോ അതിൽ ആഡ് ചെയ്യാം. എല്ലാം ചെയ്തതിന് ശേഷം മുകളിൽ സേവ് ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി സേവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇത് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാം. ഇപ്പോൾ നമുക്ക് CV PDF രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അത് പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ക്യാൻവയിൽ CV റെഡിയാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.